അവർക്കും അറിയാം വിഷു ദിനം എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം എന്താണെന്നറിയാം. ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് എത്രമാത്രം ബന്ധം ആ സംഭവത്തിന് ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവും പ്രാപ്തിയും മന്തി കഴിച്ചതിന് ശേഷം മന്ദബുദ്ധികളായി മാറിയിട്ടുള്ള ഈ നാട്ടിലെ ചില ജിഹാദികൾക്ക് മാത്രം മനസ്സിലാവുന്നില്ല എന്നുള്ള ഒരു ദുര്യോഗത്തിലാണ് നമ്മളെല്ലാം ഇന്ന്. ഒരു ഗതികേടിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ നടുറോഡിൽ കുത്തിയിരിക്കുന്നത്. തീർത്തും അപലപനീയമായ സംഭവം എന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയത്തിനെ പറ്റി പഠിക്കുമ്പോൾ ഇതൊരു നിസ്സാര കാര്യം മാത്രമാണ്. ഈ മന്തിയുമായി ബന്ധപ്പെട്ട ശ്രീകൃഷ്ണ ഭഗവാനെ നമുക്കറിയാം, നമ്മുടെ ഉണ്ണിക്കണ്ണനെ അപമാനിച്ച മേഘർ എന്ന് പറയുന്ന ഹോട്ടൽ, ഇനി അവർ ആ ഹോട്ടൽ തുറക്കാൻ പാടില്ല. കേരളത്തിലെ അല്ല, ഭാരതത്തിലെ അല്ല, കോടിക്കണക്കിന് ശ്രീകൃഷ്ണ ഭഗവാന്റെ വിശ്വാസികളാണ് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത്. ഒരിക്കലും അടിക്കാത്ത ലോട്ടറിയും എന്നും നാട്ടുകാരെ കൊണ്ട് അടുപ്പിക്കുന്ന മദ്യവുമാണ്. അതിന്റെ ഭാഗമായിട്ട് നവകേരളം ടിക്കറ്റ് ഇറക്കി. ജനുവരി മാസം 21-ാം തീയതി നവകേരളം ലോട്ടറി ടിക്കറ്റ് നമ്മുടെ കൈകളിൽ എത്തിയപ്പോൾ അത് നമ്മളെ ഞെട്ടിക്കുന്നൊരു ചിത്രം ഉണ്ടായിരുന്നു. ആർത്തവരക്തം ഇറ്റിറ്റ് വീഴുന്ന ശിവലിംഗം. മനസ്സിലാക്കണം, ആർത്തവരക്തം ഇറ്റിറ്റ് വീഴുന്ന ശിവലിംഗത്തിനെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു ലോട്ടറി ടിക്കറ്റ് കേരള സമൂഹത്തിൽ വിതരണം ചെയ്തു. ഒരു നാണവുമില്ലായിരുന്നു. നമ്മൾ എതിർത്തു. പക്ഷേ എന്തു ഫലം? ഒരു ഫലവും ഉണ്ടായില്ല. അതേ ദിവസം തന്നെ കൊച്ചി ബിനാലെ, നമുക്കറിയാം സർക്കാരിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മരുമകന്റെ നേതൃത്വത്തില് കൊച്ചി ബിനാലെ എന്ന് പറയുന്ന ആർട്ട് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരുന്നു. അതിനകത്തൊരു ചിത്രം ഉണ്ടായിരുന്നു. ആ ചിത്രത്തിൽ എന്തായിരുന്നു? അവസാന അത്താഴം, ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴം എന്നൊരു ചിത്രമുണ്ടായി. ഒരു മടിയും കൂടാതെ, ഒരു എതിർപ്പും കൂടാതെ ആ ചിത്രം എടുത്തു മാറ്റാൻ സർക്കാർ തയ്യാറായി എന്നുള്ളിടത്താണ് നമ്മളുടെ ദുര്യോഗം. നമ്മൾ മനസ്സിലാക്കുക, കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ എന്ന് വിശേഷിപ്പിക്കേണ്ടത് ഇന്ന് ഹിന്ദുക്കളാണ്. ഈ 2011 സെൻസസ് അനുസരിച്ചുകൊണ്ട് കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ 53% കുത്തനെ കുറഞ്ഞിരിക്കുകയാണ്. 2011 ശേഷം 2021 സെൻസസ് നടക്കേണ്ടിയായിരുന്നു. പക്ഷേ കോവിഡ് കാരണം സെൻസസ് നടന്നില്ല. ഇന്ന് സെൻസസ് നടക്കാൻ പോവുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ കേരളത്തിലെ ഹിന്ദു 50% താഴെ ന്യൂനപക്ഷമായി എന്ന് പറയുന്ന അപകടകരമായ ഒരു സ്ഥിതി വിവര കണക്കാണ് നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ജിഹാദികൾ അഴിഞ്ഞാടുന്നത്. ആ അഴിഞ്ഞാടുന്നത് എന്താണ്? ഇനി ഞങ്ങളാണ് ഭൂരിപക്ഷം, ഈ രാജ്യത്തെ നിയമങ്ങൾ ഞങ്ങൾ പറയുന്ന രീതിയിൽ പോകണം, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കഴിക്കണം, ഞങ്ങൾ പറയുന്ന രീതിയിൽ വസ്ത്രധാരണം ചെയ്യണം, ഞങ്ങൾ പറയുന്ന രീതിയിൽ നടന്നുകൊള്ളണം എന്നുള്ള ചിന്താഗതി മാത്രമല്ല. സമാന സംഭവം ഉണ്ണിക്കണ്ണനെ ആക്ഷേപിച്ചുകൊണ്ട് 5ഓളം ഹോട്ടലുകളിലാണ് സമാന സ്വഭാവത്തിലുള്ള ഫ്രാൻസില് ഒരു സർവകലാശാലയില് പ്രവാചകന്റെ ഒരു ചിത്രം ഒരു കാർട്ടൂൺ രൂപത്തിൽ വരച്ചപ്പോൾ അവിടേക്ക് ജിഹാദി ശക്തികൾ നുഴഞ്ഞു കയറി കൊള്ള കാണിച്ച അവിടുത്തെ കൂട്ടക്കുരു നടത്തിയ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കൊച്ചു കേരളത്തിലെ ഒരു അധ്യാപകൻ താൻ തയ്യാറാക്കിയ ചോദ്യത്തില് മുഹമ്മദ് എന്നൊരു പേരുണ്ടായിരുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ആ അധ്യാപകൻ അനുഭവിച്ച പീഡനങ്ങൾ അദ്ദേഹത്തിന്റെ വലതുകൈ വെട്ടിമാറ്റി, ഇടതുകാൽ വെട്ടിമാറ്റി, ജീവച്ഛവമാക്കി, അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ ഇല്ലാതാക്കി, അദ്ദേഹത്തിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. ആ ഗതികേട് എന്ന് പറഞ്ഞാല് ഈ രാജ്യത്തിന്റെ പ്രത്യേകതയുണ്ട്. ഞങ്ങൾ എവിടെ ഭൂരിപക്ഷമാണോ ഞങ്ങൾ പറയുന്നത് കേൾക്കണം, ഞങ്ങൾ എവിടെ ന്യൂനപക്ഷമാണോ ഞങ്ങൾക്ക് ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ വേണമെന്നുള്ള ധിക്കാരപരമായിട്ടുള്ള സമീപനമാണ് കേരളത്തിലെയും ഭാരതത്തിലെയും ജിഹാദി ശക്തികൾ കാട്ടിക്കൊണ്ടുന്നത്. ആരാണ് ഇതിന് ഒത്താശ കൊടുക്കുന്നത്? ആരാണ് ഇതിന് അവസാന പാടുന്നത്? കേരളത്തിലെ ഇടതു മുന്നണിയും വലതു മുന്നണിയുമാണ്. നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഒരു വിവാദം जय जय भारत माता, जय जय भारत माता, जय जय भारत माता.